ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, ജാലിയൻ വാലാബാഗിനെ പറ്റിയിട്ട് സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ഗാന്ധിജി പഞ്ചാബിലേക്ക് എൻ്റർ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെ തടഞ്ഞു. സോ ഗാന്ധിജി ആദ്യം പെർമിഷന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രിട്ടീഷുകാർ പെർമിഷൻ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണ് സംഭവിച്ചത്, അവിടുത്തെ ഇൻസിഡൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ ജാലിയൻ വാലാബാഗിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ്. സോ വി ഓൾറെഡി നോ ദാറ്റ് ഇൻ പ്രീവിയസ് ക്ലാസ് വി ലേൺഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് in Jallianwala Bagh, Punjab. So the incident was very cruel, and the resolve, the behavior or the attitude of British towards this Indian freedom struggle. And when Gandhiji know about these issues, Gandhiji want to enter this Punjab, but British didn't get permission or didn't allow Gandhi to enter even Punjab. So അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ രീതിക്ക് വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ട് വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ രീതിയിൽ പോരാടേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വരികയാണ്. കാരണം അത്രയും മൃഗീയമായിട്ടാണ്, അത്രയും ക്രൂവലായിട്ടാണ് നമ്മുടെ ജാലിയൻവാലാ ബാഗിലെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ പോലും ബ്രിട്ടീഷുകാർ റിയാക്ട് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ബാക്കിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? സോ ഇൻ ദിസ് എക്സ്പ്ലനേഷൻ ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. സോ വെൻ വി സ്റ്റാർട്ട് എ ക്ലാസ്, ഫസ്റ്റ് we need an idea about what we are going to study or what is the importance of this topic. So after Jallianwala Bagh incident, we are going to study about what is non-cooperation movement and what is the importance of non-cooperation movement in Indian freedom struggle. എന്താണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ലെറ്റ് us go to class. Non-cooperation movement. Gandhiji called for a country-wide strike after the Jallianwala Bagh incident. ജാലിയൻവാലാ ബാഗ് ഇൻസിഡൻറ്റിന് ശേഷം ഇതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം, ബ്രിട്ടീഷുകാരുടെ ഈ മൂവിനെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരാഹ്വാനത്തിൽ പുതിയൊരു സമരത്തിലേക്ക് ഗാന്ധിജിയും അനുയായികളും ഫോളോവേഴ്സും കടക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാന്ധിജി കോൾ ഫോർ എ കൗൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദ ജാലിയൻവാലാ ബാഗ് ഇൻസിഡൻറ്റ്. Then it was decided not to cooperate with the British government at any level. It was decided, അവർ തീരുമാനിച്ചത് എന്താണ്? ഡിസൈഡ് ചെയ്യുക എന്താണ്? തീരുമാനിക്കുക. It was decided not to cooperate. കോപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല. കോപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സഹകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. Not to cooperate with the British government അറ്റ് എനി ലെവൽ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു രീതിയിലുള്ള സഹകരണത്തിൻ്റെയും ആവശ്യം ഇനിയില്ല എന്ന ഗാന്ധിജിയും അനുയായികളും തീരുമാനിക്കുകയാണ്. വാട്ട് വേർ ദ ഡിമാൻഡ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വേർ വോസ് ആണോ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്? വാട്ട് വേർ ദ ഡിമാൻഡ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കിവിടെ പ്ലക്കാർഡ്സിൽ അതിൻ്റെ ചില ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് കാണാൻ പറ്റും. എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ? പ്രമോട്ട് ഖാദി. ഖാദി വസ്ത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ തുന്നുന്ന വസ്ത്രങ്ങൾ പ്രമോട്ട് ചെയ്യണം. പ്രമോട്ട് ചെയ്യാൻ എന്താണ്? പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ നമ്മൾ വാങ്ങിക്കണം. പ്രമോട്ട് ഖാദി. ദെൻ അവോയ്ഡ് ലിക്കർ. ലിക്കർ എന്താണ്? മദ്യം. മദ്യം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ദെൻ പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ്. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്താണ്? നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ്. ഹിന്ദി ലാംഗ്വേജ് നമ്മുടെ നാഷണൽ ലാംഗ്വേജിനെ, ഹിന്ദി ലാംഗ്വേജിനെ കൂടുതലായിട്ടും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്തേഴ്സ്. ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ബോയ്ക്കോട്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക അല്ലെങ്കിൽ വർജിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബൈക്കോട്ട് തടയുക. ബൈക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി കോൾഡ് ഫോർ എ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. രാജ്യവ്യാപകമായിട്ട് ഒരു സമരം നടത്താൻ തീരുമാനിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഇറ്റ് വാസ് ഡിസൈഡഡ് നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ. ഒരു രീതിയിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ട, സഹകരിക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു. പിന്നെന്താണ് അതിൻ്റെ ഡിമാൻഡ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രൊമോട്ട് ഖാദി, അവോയ്ഡ് ലിക്വർ, പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ്, ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്. ബൈക്കോട്ട് ചെയ്യാൻ എന്താണ്? നിരോധിക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതാണ്. ബൈക്കോട്ട് ഫോറിൻ ക്ലോത്ത്. ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. സ്ട്രഗിൾസ് ഇൻ കേരള ടു. കേരളത്തിൽ എങ്ങനെയാണ് ഈ സമരം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ സ്ട്രൈക്ക് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ നെക്സ്റ്റ് പാർട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ കേരള ബി ദ പാർട്ട് ഓഫ് ദിസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രഗിൾസ് ഇൻ കേരള ടു. ആസ് പാർട്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിലും വരികയുണ്ടായി. ഗാന്ധിജീസ് അറൈവൽ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് വിഗർ ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ഗാന്ധിജീസ് അറൈവൽ പ്രൊവൈഡഡ്, ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്ന് പറയുന്നത് പ്രൊവൈഡഡ് കൊടുത്തു അല്ലെങ്കിൽ ലഭ്യമാക്കി. എന്താണ്? സ്ട്രെങ്ത് ആൻഡ് വിഗർ. സ്ട്രെങ്ത് എന്താണ്? വിഗർ എന്താണ്? സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ശക്തി പകരുക. വിഗർ എന്താണ്? ഉത്സാഹം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിൻ്റെ പോലെ തന്നെ മറ്റൊരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഊർജ്ജസ്വലമായിട്ട് മാറ്റുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഗാന്ധിജീസ് അറൈവൽ പ്രൊവൈഡഡ് സ്ട്രെങ്ത് ആൻഡ് വിഗർ ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിന് കൂടുതൽ ശക്തി പകരാൻ ഗാന്ധിജി കേരളത്തിൽ വന്നത് സഹായകമായിട്ട് മാറി. രാജ്യവ്യാപകമായിട്ടാണല്ലോ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇതിൻ്റെ ഭാഗമായിട്ട് സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ, നമ്മുടെ സ്ട്രൈക്കിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായകമായി. സോ ഹിയർ we saw a picture that Gandhiji says something towards his followers maybe in Kerala. കേരളത്തിലെ അനുയായികളോട് പറയുന്നതായിരിക്കും. എന്താ പറയുന്നത്? We Indians are children of one mother. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഒരമ്മയുടെ മക്കൾ തന്നെയാണ്. Our joys and sorrows are the same. നമ്മുടെ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ദുഃഖമോ സുഖമോ ഒന്നുമല്ല. നമ്മുടെ എല്ലാവരും ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ്. അവർ ഗോൾ ഈസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഗോൾ എന്താണ്? GOAL. ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യം. അവർ ഗോൾ ഈസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മോചനമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ കോൺവെർസേഷൻ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ സ്ട്രൈക്ക് എന്താണെന്ന് പറഞ്ഞു, അതിന് ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് വായിച്ചു, പ്ലക്കാർഡ്സൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്ത് പറഞ്ഞു? ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയാണ്, ഗാന്ധിജി കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരുമ്പോഴെന്താണ് സംഭവിച്ചത്? കേരളത്തിലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ ഗാന്ധിജിയുടെ കേരള സന്ദർശനം സഹായകമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ആദ്യം പറഞ്ഞു വരുമ്പോൾ എന്താണ്? ഗാന്ധിജി നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ടോ നമ്മുടെ ഇന്ത്യയിലെ അനീതികളൊക്കെ നമ്മൾ കണ്ടു, ഡിഫറെൻറ്റ് സ്ട്രൈക്ക് നമ്മൾ കണ്ടു, എന്തൊക്കെ സമരങ്ങൾ നമ്മൾ കണ്ടു. പിന്നെയോ ജാലിയൻ വാലാബാഗ് കണ്ടു. വി ഓൾറെഡി സോ ദാറ്റ് വാട്ട് ഹാപ്പൻഡ് ഇൻ പഞ്ചാബ് ജാലിയൻ വാലാബാഗ്. ആ ഇൻസിഡൻറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. പിന്നെയോ ഗാന്ധിജി പെർമിഷൻ ചോദിക്കുകയാണ് നമ്മുടെ പഞ്ചാബിലേക്ക്, ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ പെർമിഷൻ ചോദിക്കുന്നു. ബ്രിട്ടീഷുകാർ അത് കൊടുക്കുന്നില്ല, ഡിനേ ചെയ്യുന്നു, തടയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ മറ്റൊരു രീതിയിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ടതുണ്ട് എന്ന് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണ്
നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലേക്ക്, നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങുന്നത്. നിസ്സഹകരണ സമരം എന്താണ് എന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്, രാജ്യവ്യാപകമായിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ നിസ്സഹകരണ സമരത്തിന് കൂടുതൽ ശക്തി പകരാൻ നമ്മുടെ ഗാന്ധിജി കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ കോൺവെർസേഷനും വായിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. സാൾട്ട്, ഉപ്പ് എന്ന് പറയുന്നത്, സാൾട്ട് എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ കറിയുപ്പാണല്ലേ. സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. എന്താണ് വെപ്പൺ? ആയുധം, ഒരു സമര ആയുധമായിട്ട്. സ്ട്രഗിൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് തവണ സ്ട്രഗിൾ നമ്മൾ യൂസ് ചെയ്തല്ലേ. സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണ്? സമരമാണ്. സമരായുധമായിട്ട് സാൾട്ട് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ. സാൾട്ട് ഈസ് എ തിങ് വി ഓൾ നീഡ്. നമുക്ക് എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ് സാൾട്ട് എന്ന് പറയുന്നത്, ഉപ്പെന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് ലിവൈഡ് ടാക്സസ് ഓൺ salt which Indians prepared on their own seashore. ലിവൈഡ് ചെയ്യുക എന്താണ്? ചുമത്തുക. The British levied taxes on salt which Indians prepared on their own seashore. ഇന്ത്യൻസ് നമ്മുടെ തന്നെ സീഷോറിൽ, സീഷോർ എന്താണ്? തീരം, കടൽ തീരം. സീഷോറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പിന് ബ്രിട്ടീഷുകാർ വന്നിട്ട് നികുതി ചുമത്തുകയാണ്. നോക്കി എന്തൊരു അനീതിയാണ്. Those who did not pay taxes could be even imprisoned. എന്താ പറഞ്ഞിരിക്കുന്നത്? Those who do not pay taxes, do not pay taxes. നികുതി അടക്കാത്തവരുണ്ട് എങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പിന് മേലെ നികുതി ചുമത്തുകയാണ്. ഇനി ആരെങ്കിലും നികുതി അടക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഇംപ്രിസൺ ചെയ്യുകയാണ്, ജയിലിലേക്ക്, തുറുങ്കലിലേക്ക് അടക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് വാസ് ദ ലോ. ഇതായിരുന്നു അവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. ഗാന്ധിജി വാണ്ട് ഓഫ് മാസ് വയലേഷൻ ഓഫ് ലോ ഇഫ് ദ ടാക്സ് ഓൺ സാൾട്ട് വാസ് നോട്ട് വിത്ഡ്രോൺ. ഈ ഒരു നിയമം, ഈ ഒരു ടാക്സ് പിൻവലിച്ചിട്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമരം നടത്താൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ്. ബ്രിട്ടീഷുകാരെ വാൺ ചെയ്യുകയാണ്. വാൺ ചെയ്യുക എന്താണ്? വാൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മുൻകരുതലായിട്ട് നമ്മൾ പറയില്ലേ, അതിനാണ് വാണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഗാന്ധിജി വാണ്ട് ഓഫ് മാസ് വയലേഷൻ ഓഫ് ലോ ഇഫ് ദ ടാക്സ് ഓൺ സാൾട്ട് വാസ് നോട്ട് വിത്ഡ്രോൺ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ദണ്ഡി മാർച്ചിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ദണ്ഡി മാർച്ച്? നോക്കിക്കോളൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ. ദണ്ഡി മാർച്ച് 12 March 1930 മോർണിംഗ്. സബർമതി ആശ്രം വോക്ക് അപ്പ് ഏർലിയർ ദാറ്റ് ഡേ. സബർമതി ആശ്രം, അപ്പോൾ സബർമതി ആശ്രമത്തിലാണ് ഇത് നടക്കുന്നത്. നോക്കിക്കോളൂ, സബർമതി ആശ്രം വോക്ക് അപ്പ് ഏർലിയർ ദാറ്റ് ഡേ. ആ ദിവസം സബർമതി ആശ്രമം നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു ആൻഡ് സരോജിനി നായിഡു ഗേതേർഡ് ദർ. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര, ദണ്ഡി മാർച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സബർമതി ആശ്രമം വോക്ക് അപ്പ് ഏർലിയർ ദാറ്റ് ഡേ. വളരെ നേരത്തെ തന്നെ സബർമതി ആശ്രമം വന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് ആൾക്കാർ, ഇൻക്ലൂഡിങ് ആരൊക്കെയുണ്ട് കൂടെ? ജവഹർലാൽ നെഹ്റു ആൻഡ് സരോജിനി നായിഡു ഗേതേർഡ് ദർ. അവരെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി ടോൾഡ് ദം. ഗാന്ധിജി അവിടെ വെച്ചൊരു പ്രസ്താവന നടത്തുകയാണ്, പറയുകയാണ്. എന്താണ്? ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ offer my body to the seas. എന്താ പറഞ്ഞ്? ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ. ഈ ദണ്ഡി യാത്രയിൽ നിന്ന് ഞാൻ തിരിച്ചു വരണമെങ്കിൽ ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ നിന്ന് തിരിച്ചു വരികയുള്ളൂ. ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദ സീ. അല്ല എങ്കിൽ എൻ്റെ ശരീരം ഞാൻ കടലിന് സമർപ്പിക്കുകയാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? Gandhiji and his followers walked a long distance of about 388 kilometers
from Sabarmati to the shore of Dandi in the hot sun. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി പറയുകയാണ്, ഒന്നുകിൽ ഞാൻ ഈ സമരം ജയിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം കടലിന് സമർപ്പിക്കും. എന്നിട്ടോ ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വാക്ക്ഡ് എ ലോങ് ഡിസ്റ്റൻസ് അബൌട്ട് 388 കിലോമീറ്റേഴ്സ്. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും 388 കിലോമീറ്റർ താണ്ടി എവിടെ നിന്ന് എവിടത്തേക്ക്? സബർമതി ടു ദ ഷോർ ഓഫ് ദണ്ഡി. ഷോർ എന്താണ്? കടപ്പുറം അല്ലെങ്കിൽ തീരം. ദണ്ഡി കടപ്പുറത്തേക്ക് സബർമതി ആശ്രമത്തിൽ നിന്ന് 388 കിലോമീറ്റർ സഞ്ചരിച്ച്, കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്തേക്ക് എത്തുകയാണ്. ഇൻ ദ ഹോട്ട് സൺ, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അത്രയും കഠിനമായ കാലാവസ്ഥയിലും ഗാന്ധിജിയും അതുപോലെ തന്നെ അനുയായികളും ഇത്രയും ദൂരം കാൽനടയായി സന്ദർശിച്ചുകൊണ്ട് ഒരു സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് എത്തുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓൺ ലുക്കിംഗ് ക്രൗഡ് ഗാന്ധിജി ടുക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ആൻഡ് റൈസിങ് ഹിസ് ഹാൻഡ് സെഡ്. എന്താ സംഭവിച്ചത്? ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓൺ ലുക്കിംഗ് ക്രൗഡ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ക്രൗഡ് എന്താണ്? ജനക്കൂട്ടം അല്ലെങ്കിൽ ആൾക്കൂട്ടം. ഓൺ ലുക്കിംഗ് ക്രൗഡ് ഗാന്ധിജി ടുക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട്. ഹാൻഡ്ഫുൾ എന്താണ്? കൈ നിറയെ സാൾട്ട് എടുത്തിരിക്കുകയാണ്. ഗാന്ധിജി ടുക്ക്, എടുക്കുക. ടുക്ക് എന്താണ്? എടുക്കുക. ഗാന്ധിജി ടുക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ആൻഡ് റൈസിങ് ഹിസ് ഹാൻഡ്, കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? റൈസിങ് ഹിസ് ഹാൻഡ് സെഡ്, this handful of salt is the symbol of strength. This handful of salt is the symbol of strength. സ്ട്രെങ്ത് എന്താണ്? അംഗബലം എന്നൊക്കെ പറയില്ലേ? അംഗബലം എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന, കയ്യിൽ മുഴുവനായിട്ട് എടുത്തിരിക്കുന്ന ഉപ്പെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. സ്ട്രെങ്ത്തിൻ്റെ ഒരു അംഗബലത്തിൻ്റെ പ്രതീകമാണ് ഈ കയ്യിൽ ഞാൻ എടുത്തിരിക്കുന്ന സാൾട്ട്, ഉപ്പ്. ദിസ് ഫിഷ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സാൾട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. ഇവിടെ ഒരു പുതിയൊരു വാക്കുണ്ട്. ഫിസ്റ്റ് എന്താണ്? FIST, ഫിസ്റ്റ്. FIST, ഫിസ്റ്റ് എന്താണ്? മുഷ്ടി. നമ്മുടെ കൈയുടെ മുഷ്ടി നമ്മൾ പറയില്ലേ? ദിസ് ഫിഷ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സാൾട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. എൻ്റെ കയ്യിലെടുത്തിരിക്കുന്ന, ഞാൻ ഉപ്പ് എടുത്തിരിക്കുന്ന എൻ്റെ കൈ മുഷ്ടി ചിലപ്പോൾ ബ്രിട്ടീഷുകാർ തച്ചുടച്ചേക്കാം, ക്രഷ് ചെയ്തേക്കാം, തകർന്നേക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഉപ്പ് ഞാൻ ഒരിക്കലും താഴെ ഇടുകയില്ല. ദിസ് ഫിഷ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സാൾട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. എൻ്റെ കയ്യിൽ നിന്നും ഞാൻ നമ്മുടെ അംഗബലത്തിൻ്റെ പ്രതീകമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ഉപ്പിനെ ഞാൻ ഒരിക്കലും താഴെ ഇടുകയില്ല, വിട്ടുകൊടുക്കുകയില്ല. Thus salt became the symbol of strength in the history of the Indian freedom struggle. അങ്ങനെയാണ് സാൾട്ട് എന്ന് പറയുന്നത്, ഉപ്പെന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു സിംബലായിട്ട് മാറുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദണ്ഡി മാർച്ച് ഹാപ്പൻഡ് ഇൻ 12th March 1930. Clear? From where this Dandi March started? From Sabarmati Ashram and end at Dandi shore. Clear? How many distance they traveled? They traveled about 388 kilometers. Clear? So this is all about Dandi March. Sabarmati Ashram woke up earlier that day. Thousands of people including Jawaharlal Nehru and Sarojini Naidu gathered there. Gandhiji told them, I will return only if I win, or else I will offer my body to the seas. Gandhiji and his followers walked a long distance of about 388 kilometers. Can you imagine that distance? 380 kilometers. They walked these 388 kilometers from Sabarmati to the shore of Dandi in the hot sun. In front of an onlooking crowd, Gandhiji took a handful of salt and raising his hand and said, this handful of salt is the symbol of strength. This fish may be crushed, but the salt will not be given up. Thus
Salt became the symbol of strength in the history of the Indian freedom struggle. And here we learn about Dandi March. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം ഒന്നുകൂടി നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ക്ലിയർ? ഈ ഭാഗമൊക്കെ നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ടൊരു ഭാഗമാണ്. സിമ്പിൾ ലാംഗ്വേജാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് വായിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്ലോസറി കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.